പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഞായറാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവജനമായി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവജന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 14 അധ്യായം 7 വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഈ നല്ല വചനത്തെ ഓർത്തുന്ന സ്തോത്രം പറയാമോ? ആമേൻ, ഹല്ലേലൂയ. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ദൈവത്തിന് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയും. ഒരാമേൻ പറയാമോ? ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായും വ്യക്തിപരമായും ഒക്കെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് ആ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. വചനം പറയുന്നു, ആമേ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രായേൽ ആനന്ദിക്കുന്നു. യാക്കോബ് ഇസ്രായേലായി മാറിയൊരു അനുഭവം, ആ ഒറ്റ പ്രാർത്ഥന യാബൂക്കിന്റെ കടവിൽ നിന്ന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. വീണ്ടും ദൈവാത്മ പറയുന്നു, യാക്കോബിനെ സന്തോഷിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് ആനന്ദമോ വെളിപ്പെടുകയാണ്. വെറും ഒരു സന്തോഷത്തിൽ മുമ്പോട്ട് പോകാനല്ല, ഒരാനന്ദം നിന്റെ ഭവനത്തിൽ, നിന്റെ കൂടാരത്തിൽ, നിന്റെ ലൈഫിൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. എത്ര പേർ ആമേൻ പറയുന്നു? ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, ഇപ്പോൾ അനുഭവിക്കുന്ന തകർച്ച, ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആ വേദന ദൈവം അതിനെ എടുത്തു മാറ്റിയിട്ട് ഹല്ലേലൂയ ഒരാനന്ദത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുകയാണ്. ആ ഭവനത്തിനകത്തലങ്ങളിൽ സമാധാനത്തിന്റെ ഒരു ആനന്ദ നദി ഒഴുകുകയാ. ഇന്നലെ ഏതൊക്കെ വിഷയത്തിന്റെ നടുവിൽ വളരെയധികം ഭാരപ്പെട്ടു, വളരെയധികം കരഞ്ഞു, ദൈവമേ എന്ന് വിളിച്ചു. പക്ഷെ നിന്റെ ഭവനത്തിനകത്ത് ഒരാനന്ദത്തിന്റെ അഭിഷേകത്തെ പകരുകയാണ്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ തന്ന നല്ല വചനത്തിനായി സ്തോത്രം. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, അവന് തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രായേൽ ആനന്ദിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും എന്ന വചന പ്രകാരം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്ന ദൈവമേ, ഈ സ്ഥിതിയിലിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന ദൈവത്തിന്റെ വചനമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവിക സ്ഥിതിയിലേക്ക് നിന്റെ മക്കളെ എത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ആനന്ദം നിന്റെ മക്കളുടെ ഭവനത്തിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.